അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിന്നെ മെനോപ്പോസ് സംഭവിക്കുന്നതിന് കാരണം എന്താണെന്നും മെനോപ്പോസ് ഏതെല്ലാം രീതിയിൽ ഉണ്ടാകുമെന്നും അത് ഏർലി മെനോപ്പോസ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നും മെനോപ്പോസ് സംഭവിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ എന്താ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി ഈ മെനോപ്പോസിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, ഈ ഹോട്ട് ഫ്ലഷേഴ്സ് കുറയ്ക്കാൻ പറ്റും, ആ ടെൻഷനും അങ്ങനെ കണ്ട കാര്യങ്ങളിലൊക്കെ നമുക്കൊരു മിതത്വം പാലിക്കുക, അതൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് പോകാൻ ഏതെല്ലാം രീതിയിൽ നമ്മൾ മെച്ചുവേർഡ് ആവണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒന്നാമത് ഫുഡിൽ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഫുഡിൻ്റെ കാര്യത്തിൽ ഓവറായിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷണം, ഷുഗർ, പഞ്ചസാര മുതലായവ കുറയ്ക്കുക. ലീഫി വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ തൈര് ഭയങ്കര ബോഡി ഹീറ്റുള്ള സാധനമാണ്. വേണമെങ്കിൽ സംഭാരമാക്കിയിട്ട് വെള്ളമൊഴിച്ച് പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത് നല്ല ബോഡിക്ക് ഹീറ്റ് കുറയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഡ്രസ്സ് ഉപയോഗിക്കുന്നതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. പിന്നെ പോളിസ്റ്റർ പോലത്തെ ഡ്രസ്സ്, അത് അണ്ടർവെയർ ആവട്ടെ, പിന്നെ മാക്സിയോ ചുരിദാർ എന്താണെങ്കിലും പോളിസ്റ്റർ ഡ്രസ്സസ് ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുക. മാക്സിമം കോട്ടൺ ഡ്രസ്സ് തന്നെ ഉപയോഗിക്കുക. പിന്നെ സ്പൈസി ഫുഡ്, എരിവും പുളിയുള്ള ഭക്ഷണം, ഒരുപാട് രോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടണം. അതായത് കോൺസ്റ്റിപ്പേഷൻ, എന്തൊക്കെയോ രോഗത്തിന് സ്പൈസി ഫുഡ് അവർ കഴിക്കരുത്, അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം അതന്നെ ആയിരിക്കും നന്നാവുക. പിന്നെ ഇറച്ചി, മാംസങ്ങൾ, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, ചുവന്ന മുളകും പച്ചമുളകും ഒഴിവാക്കി കുരുമുളകും പിന്നെ ക്യാപ്സിക്കം യൂസ് ചെയ്യണം. അതാണ് ബോഡിയിൽ ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ ഈ ബോഡിക്ക് ചൂടുള്ളവർ ചിക്കനും മുട്ടയും, ഇത് രണ്ടും ചൂടാണ്. ഇത് രണ്ടും മാക്സിമം കുറയ്ക്കുക. അല്ലേ, തീരെ കഴിക്കണ്ടെന്ന് പറയാൻ പറ്റൂല. എപ്പോഴും വല്ലപ്പോഴും കല്യാണത്തിനൊക്കെ പോയ ചിക്കൻ പൊരിച്ചതൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വെച്ചാൽ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ട് റെഗുലറായിട്ട് കഴിക്കേണ്ടെന്ന് മാത്രം. നോൺ വെജ് ഫുഡ് മാക്സിമം കൺട്രോൾ ചെയ്യുക. ഈ ഇറച്ചി, മീൻ, അങ്ങനത്തെ എരിവ് പുളിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഫ്രൂട്ട്സും പച്ചക്കറിയും തന്നെ കഴിക്കുക. പിന്നെ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ മോഡറേറ്റ് പഴുപ്പ്, അതായത് വല്ലാത്ത പഴുത്ത ചക്ക, മാങ്ങ, പിന്നെ വേറെന്താ കർമൂസ്, പപ്പായ, അങ്ങനെ കണ്ട സാധനങ്ങളൊക്കെ അധികം പഴുപ്പാകുന്നതിന് മുമ്പേ കഴിക്കുക. അല്ലേ, അതുപോലെ ഒരുവിധം പുളിപ്പുള്ള മുന്തിരി, സിട്രസ്, ഓറഞ്ച്, അതൊക്കെ പറ്റും. അതിലൊന്നും അധികം മധുരമില്ലാത്ത അവസ്ഥയിൽ ഷുഗർ പേഷ്യൻസിനും കഴിക്കാം. പിന്നെ തൈര് ഞാൻ പറഞ്ഞല്ലോ, തൈരും മോരും ഒരേ പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും തൈര് ചൂടും സംഭാരം തണുപ്പുമാണ്. അപ്പോൾ നമ്മൾ ചൂട് കാലങ്ങളിലൊക്കെ സംഭാരം അടിച്ചിട്ട് കുടിക്കാം. അങ്ങനെ കട്ട തൈര് കഴിക്കേണ്ടെന്ന് മാത്രം. പിന്നെ വാട്ടർമെലൺ, കക്കിരി, വെള്ളരി മുതലായത്, അതായത് വെള്ളരി ജ്യൂസ്, കക്കിരി ജ്യൂസൊക്കെ ഭയങ്കര നല്ലൊരു 11 മണി സമയത്തൊക്കെ ദാഹിക്കുമ്പോൾ ഇതുപോലെയുള്ള ജ്യൂസുകളൊക്കെ കുടിക്കുകയാണെങ്കിൽ ബോഡിക്ക് ഭയങ്കര കുളിർമ ആയിരിക്കും. പിന്നെ ഈവനിങ് സ്നാക്സിനൊക്കെ പഴം പുഴുങ്ങിയൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ ജ്യൂസ് ഐറ്റംസിലാണെങ്കിൽ ഇളനീര്, കരിമ്പ് ജ്യൂസ്, ഷുഗർ പേഷ്യൻസിന് കരിമ്പ് ജ്യൂസ് പറ്റില്ല. അല്ലാത്തവർക്ക്, ബോഡി ഹീറ്റുള്ളവർക്ക് കരിമ്പ് ജ്യൂസ് വളരെ നല്ലതാണ്. പിന്നെ ഗ്രീൻസ് ഇറ്റ് ഈസ് വെരി ഗുഡ്, അതായത് പിന്നെ ഗ്രീൻ ടീ, അത് നമുക്ക് ചായൻ്റെ കടിൻ്റെ കൂടെ നമ്മൾ കട്ടൻ ചായ ഷുഗർ ചേർത്ത് കഴിക്കുന്നതിന് പകരം ഗ്രീൻ ടീ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള വെച്ചാൽ ഒരു ഫുൾ ബാഗ് ഇട്ട് ഗ്രീൻ ടീ കഴിക്കരുത്. അതിന് വല്ലാത്തൊരു ചവർപ്പും മടുപ്പും ഒക്കെ തോന്നും. അപ്പോൾ ഒരു ടീ ബാഗിൽ 1, 2, 3 ചായ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മളെ ബോഡിയിലേക്ക് പിന്നെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. അതേസമയം അതിൻ്റെ ചമർപ്പ് രുചിയും, മധുരം ചേർക്കാണ്ട് കഴിക്കണം. പിന്നെ ഞാവൽപ്പഴം, അതിൻ്റെ ഒരു ഞാറക്കാന്ന് അറിയുന്നില്ല, അത് ഭയങ്കര നല്ലതാണ്. പക്ഷെ അതെവിടെ, എൻ്റെ മരങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ കാണാനില്ല. ഭയങ്കര കോസ്റ്റാണ്, അതിന് ഭയങ്കര വില ഉണ്ട് അത് വാങ്ങാനിപ്പോൾ. ഞാവൽപ്പഴം, നെല്ലിക്ക ജ്യൂസ് ഒക്കെ നല്ലതാണ്. പിന്നെ കാമൻ ക്വയറ്റായിട്ട് ഇരുന്നിട്ട് ബ്രീത്തിങ് എക്സസൈസ്, ശ്വാസോച്ഛ്വാസ വ്യായാമം, അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എല്ലാ സംഗതിക്കും. അതായത് നമ്മളെ ബുദ്ധി വളരാനും, പിന്നെ ഓർമ്മശക്തി കൂടാനും, ശ്വാസം മുട്ടലിനും, പിന്നെ ഹാർട്ടിലേക്ക് ഓക്സിജൻ പമ്പ് ചെയ്യാനും, അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് ബ്രീത്തിങ് എക്സസൈസ്. അത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പുറത്തിരുന്നിട്ട് തന്നെ ചെയ്യാൻ. വായുസഞ്ചാരമുള്ള
പുറത്തിരുന്നിട്ട് ചെയ്യണം. വീട്ടിൻ്റെ അകത്ത് എന്ന് പറയുന്ന അത്ര നല്ല പ്യൂരിഫൈഡ് എയർ ഒന്നും ആവില്ല. ഓക്സിജൻ മിക്സ് ചെയ്യാത്ത, പിന്നെ വെച്ചാൽ നമ്മൾ ഉച്ഛസിച്ചിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മിക്സിങ് എയർ ആയിരിക്കും വീട്ടിൻ്റെ അകത്ത് ഉണ്ടാവുക. മരങ്ങളൊക്കെ ഉള്ള മുറ്റത്തോ പിന്നെ കൊലായിലോ അങ്ങനെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ചെയ്യാം. പിന്നെ ഈ ചിലരൊക്കെ അങ്ങനത്തെ ഒക്കെ ചെയ്യും. രാമച്ചം, ഇരട്ടി മധുരം മുതലായ സാധനങ്ങളൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ഭയങ്കര നല്ല. കുളിക്കുകയും ചെയ്യുക, കുടിക്കുകയും ചെയ്യുക. നന്നാറി, ഇതൊക്കെ ബോഡീനെ വളരെ ചൂട് കുറയ്ക്കുന്ന സാധനങ്ങളാണ്. ബോഡീൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ നന്നായാൽ തന്നെയുള്ളൂ ഹ്യൂമിഡിറ്റി കുറയുക, അല്ലേ? പിന്നെ ഈ മെനോപോസ് അല്ലാത്തവർക്കും ഇപ്പോഴത്തെ കാലാവസ്ഥ, അതായത് സമ്മർ വെക്കേഷൻ്റെ സമയത്തുണ്ടാകുന്ന വല്ലാത്ത സമ്മറിലെ ചൂടും ഹ്യൂമിഡിറ്റിയും ഒക്കെ കുറയ്ക്കാനും ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വളരെ നല്ലതാണ്. അതായത് ഇളനീർ ജ്യൂസ്, പിന്നെ ഇളവൻ, കക്കിരി, പിന്നെ വത്തക്ക, അങ്ങനെ കണ്ട പിന്നെ ജ്യൂസുകൾ, അല്ലെങ്കിൽ അത് പിന്നെ വെറുതെ കഴിക്കുകയും ചെയ്യാം. പിന്നെ അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ ബോഡിയിലെ ചൂട് മൊത്തം കുറയ്ക്കും. പിന്നെ സ്വെറ്റിങ് കുറഞ്ഞവർക്കും ചൂട് കൂടുതലായിരിക്കും. പിന്നെ മെനോപോസ് ടൈപ്പിൽ നാച്ചുറൽ റെമഡി ആയിട്ട് ഒരു പിന്നെ സഹോദരി പറയുന്നത് കേട്ടതാണ്. അതായത് ഉലുവ പുതിർത്തിടാൻ കുറച്ച് മണിക്കൂറുകളോളം, 4-5 മണിക്കൂർ ഉലുവ പുതിർത്തി മിക്സിയിൽ അടിച്ച്, തേങ്ങാപ്പാൽ മിക്സിയിൽ അടിച്ച് വെച്ചിട്ട് അതൊരു അരമണിക്കൂർ നമ്മളെ ബോഡിയിൽ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ചൂട് കുറയും. പിന്നെ സ്കിന്നാണെങ്കിൽ ചിലരൊക്കെ ഭയങ്കര ഡാർക്ക് സ്കിന്നും പിന്നെ സ്കിന്നിൻ്റെ നിറം കുറഞ്ഞവരൊക്കെ ഉണ്ടാവില്ല. അവർക്ക് വെറും തേങ്ങാപ്പാൽ മാത്രം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴുകി കുളിച്ച് കഴിഞ്ഞാൽ സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാനും ഒരുപാട് നല്ലതാണ്. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഇങ്ങനെ ഒരുപാട് കാര്യമാണ്. പിന്നെ ഓവർ ഫുഡ് ഒന്നിച്ച് കഴിക്കാണ്ടിരിക്കുക. അത് ഞാനൊരു പിന്നെ ഒന്ന് റിസർച്ച് എടുത്ത് കണ്ടുപിടിച്ചാണ്. അതായത് ഉച്ച സമയത്ത് ഇപ്പോൾ വേനൽക്കാലത്തൊക്കെ നമ്മൾ ചോറ് തിന്നാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. ആ തിന്ന ചോറ് അത്രയും പിന്നെ ഡൈജഷൻ നടക്കണേ നമ്മളെ ബോഡിയിൽ നിന്നും പിന്നെ ബോഡി ഹീറ്റാവും, അല്ലേ? ബോഡിയിൽ നിന്ന് എനർജി എടുത്ത് ഇതൊക്കെ ദഹിപ്പിക്കാൻ. അപ്പോൾ ഈ ഉച്ച സമയത്ത് എന്തെങ്കിലും മോരും വെള്ളം ഫ്ലാക്സീഡ് ചേർത്തിട്ട് കഴിക്കുകയോ, അങ്ങനെ എന്തെങ്കിലും ജ്യൂസ് ഇത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി പോയിട്ട് ഒരു 4 മണിക്ക് ശേഷമാണ് നമ്മൾ ചോറ് പോലത്തെ എന്തെങ്കിലും വന്നപ്പോൾ ചോറൊന്നും ഒരു പ്ലേറ്റ് അടച്ചൊന്നും ആരും കഴിക്കുന്നില്ലല്ലോ. എല്ലാവരും നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയി തുടങ്ങി. അതുകൊണ്ട് തന്നെ എല്ലാവരും ചോറിൻ്റെ കാര്യത്തിൽ ഒന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ജ്യൂസോ അങ്ങനത്തെ എന്തെങ്കിലും ആവിൽ മിൽക്കോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പിന്നെ ചോറ് ഒരു 4 മണി അങ്ങനത്തെ സമയത്ത് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ചൂടിന് കുറവുണ്ടാവും. ഈ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന അത്രയും ചൂട് സൂര്യനൊന്ന് പിന്നെ പടിഞ്ഞാറോട്ട് പോയി വെയിലൊന്ന് കുറയുന്ന സമയത്ത് ഫുഡ് കഴിച്ചാൽ അത്ര തന്നെ ബോഡിയിൽ ചൂട് കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ്, അതായത് നമുക്ക് സൺലൈറ്റ് വേണം. അതായത് നല്ല ചൂടുള്ള വെയിൽ ഉള്ള സൂര്യനെ നമ്മൾ അധികം കൊള്ളാണ്ടിരിക്കുക. ബോഡിക്ക് ചൂടുള്ളത് അല്ലാത്ത സമയത്ത് ബോഡിക്ക് വൈറ്റമിൻ ഡിക്കും വേണ്ടിയിട്ടും ചില സമയത്ത്, അതായത് 11 മണി വരെയുള്ള വെയിലൊക്കെ ആകാം. അതിന് സമയത്തിനെക്കുറിച്ച് പല ഡോക്ടർമാർക്കും പല അഭിപ്രായമാണ്. അതുകൊണ്ട് ഞാനിത് കൺഫേം ചെയ്ത് പറയുന്നില്ല. പിന്നെ പറഞ്ഞല്ലോ സിട്രസ് ഫ്രൂട്ട്സ്, അതായത് പുളിപ്പുള്ള ഓറഞ്ച്, അങ്ങനെ കണ്ട പുളിപ്പുള്ള മുന്തിരി, അതൊക്കെ നല്ലതാണ്. പുളിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കഴിക്കുക, ബോഡി തണുക്കുകയല്ലോ. അപ്പോൾ അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഹെവി ഫുഡ് പിന്നെ സമയം തെറ്റി കഴിക്കുക, ഹെവി ഫുഡ് മാക്സിമം കുറയ്ക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ച ഒരു ലേശം കഴിച്ചാൽ അവിടെ വെച്ചിട്ട് പോയിട്ട് പിന്നെയും വന്ന് കുറച്ച് കഴിച്ചാൽ അത് അത്രയും നല്ലതാണ്. ഒന്നിച്ച് ഹെവി ആയിട്ട് കഴിക്കുന്നത്, അതുകൊണ്ട് നന്നായി ചവച്ചരിച്ച് കഴിക്കുന്നതും വെയിറ്റ് കൂടാതിരിക്കാൻ വലിയൊരു റീസണാണത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. പെട്ടെന്ന് ഫുഡ് കഴിച്ച് പോകുന്നവർക്ക് വെയിറ്റ് ഗെയിൻ പെട്ടെന്ന് സംഭവിക്കും. പിന്നെ കുളീൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ബോഡി ചൂട് കൂടിയാൽക്ക് നമ്മൾ ലേഡീസിനൊരു സ്വഭാവമുണ്ട്, എപ്പം കുളിച്ചാലും അപ്പോഴൊക്കെ നൈറ്റി മാറ്റണം, അല്ലേ? നൈറ്റിയോ ചുരിദാർ എന്താണോ നമ്മളിട്ട് അത് മാറ്റണം. പക്ഷെ ആണുങ്ങളെ കാര്യത്തിൽ അതിലൊരു ഡിഫറൻ്റാണ്. അവർ രാവിലെ ഇട്ട് പോയത് എത്ര ചൂടെടുത്താലും വേർത്താലും ഓഫീസിൽ പോയാലൊക്കെ വൈകുന്നേരം രാത്രി വരെ അവർ അത് തന്നെ ഇടുക, അല്ലേ? അവർ സ്പ്രേ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്കതല്ല, എപ്പം കുളിക്കുന്ന അപ്പോഴൊക്കെ ഡ്രസ്സ് മാറ്റുക എന്നുള്ളൊരു ടെൻഡൻസിയാണ്. ഞാനും അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, അതായത് ഇപ്പം ഞാനതൊരു ഹോട്ട് ഫ്ലഷേഴ്സിൻ്റെ ആളാണ്, വെറും ചൂടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു 11 മണിക്കൊക്കെ കുളിച്ച് നിസ്കരിച്ച് പിന്നെ ഒന്ന് കിച്ചണിലേക്ക് ഒന്ന് വെറുതെ പോയി ഒന്ന് മീൻ പൊരിക്കുക എന്തെങ്കിലും ചെയ്താൽ ഞാൻ വീണ്ടും ചൂടെടുക്കും. അപ്പോൾ ഞാനെന്ത് പണിയും പിന്നെയും ടോയ്ലറ്റ് വന്നിട്ട് വെറുതെ മേലൊന്ന് കഴുകും. അതായത്
സോപ്പ് ഉപയോഗിച്ച് കഴുകലും പിന്നെ മേലും തലയൊക്കെ ഒരു ഡെയിലി 1 ടൈം നല്ല വൃത്തിക്ക് കുളിക്കുക. പിന്നെ നമ്മൾ വെറുതെ ഒന്ന് പോയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വരിക. ഒരു അര ബക്കറ്റ് വെള്ളത്തിൽ കുളിച്ചപ്പോൾ ബോഡി നല്ലോണം അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ചൂട് റെസിസ്റ്റ് ചെയ്യുന്നെന്ന് മാത്രമല്ല, പിന്നെ നമ്മളെ വേർപ്പിനുള്ള ഒരു വേർപ്പ് ഗന്ധവും ഉണ്ടാവില്ല. ഡ്രസ്സാണെങ്കിൽ വേർപ്പ് മണക്കുകയില്ല. നല്ല ഒരു റിലാക്സേഷൻ തോന്നുന്നുണ്ട് അങ്ങനെ കുളിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഓവർ സ്വെറ്റിംഗ് ഉള്ളവർക്ക് 2-3 പ്രാവശ്യം, അതായത് ഒരുപാട് വെള്ളത്തിൽ കുളിക്കാതിരിക്കുക എന്നല്ല. അതായത് ഹോട്ട് ഫ്ലഷസ് അനുഭവപ്പെടുന്ന ഭയങ്കര ചൂടുള്ള ബോഡി ഉള്ളവർ മാക്സിമം കോട്ടൺ അല്ലാത്ത ഒരു ഡ്രസ്സും വാങ്ങാതിരിക്കുക. വാങ്ങുമ്പം പിന്നെ ഇതുപോലത്തെ കോട്ടൺ വെയേഴ്സ് തന്നെ വാങ്ങാം, വില കൂടിയാലും. അപ്പം ഇതിങ്ങനെ ഈ രീതിയിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെയൊക്കെ നിൽക്കുകയാണെങ്കിൽ സമ്മർ സീസണിലൊക്കെ കമ്പാരിറ്റീവ്ലി നമുക്ക് ഒരുപാട് കംഫർട്ട് അനുഭവപ്പെടും. അതല്ലെങ്കിൽ ഓവർ ചൂടുമായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെനോപ്പോസ് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള. ഭക്ഷണമായാലും വസ്ത്രമായാലും ഒക്കെ ഈ രീതിയിലൊക്കെ കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് മെനോപ്പോസ് ഈസിലി പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. അതൊരു വിഷയമായിട്ട് നമുക്ക് പ്രശ്നമായിട്ട് തോന്നൂല. അതിനൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടാവാം, ചിലപ്പോൾ മേ ബി വന്നേക്കാം. ഇത് ഉണ്ടാകും എന്നല്ല, ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ആർക്കും ചിലതൊന്നും ഇല്ലയെന്നും വന്നേക്കാം അല്ലേ, ചിലർക്കൊന്നും ഉണ്ടാവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത് ഫുഡ് ഇൻടേക്കാണ് മെയിൻലി ഫോക്കസ്. നമ്മളെ ഭക്ഷണമാണ് നമ്മൾ ഈ വേനൽക്കാലത്ത് കല്യാണത്തിനൊക്കെ പോയി കോഴി ബിരിയാണിയൊക്കെ ധാരാളം, വെറും കോഴി കൊണ്ടുള്ള കളിയാണല്ലോ, കോഴിക്കാണല്ലോ വില കുറവ്. അപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് ബോഡി മൊത്തത്തിൽ ചൂടാല്ലേ. വീട്ടിലെത്തി എങ്ങനെയെങ്കിലും ഒന്ന് ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് നൈറ്റ് എടുത്തിട്ടാലേ ഒരു സമാധാനം കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ തീർന്നെന്ന് വിചാരിക്കുന്നു. ക്ലാസ് പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ.